ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫുഡീസ് വ്ലോഗ്സിന്റെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം സുസ്വാഗതം. ഞാൻ വിഷ്ണു പ്രസാദ്. അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു അടിപൊളി അല്ലയാണ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കി എന്തായാലും നോക്കണം. അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഓരോന്നായിട്ട് നോക്കിയേക്കാം. കുറച്ച് കാഷ്നട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ശർക്കര, അതായത് 1.5 ഉണ്ട ശർക്കര, ഒരു വലിയ ഉണ്ട പിന്നെ ഒരു പകുതിയും കൂടെ. അപ്പൊ 1.5 ഉണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പോളം, അതായത് ഈ ഒരു കപ്പിൽ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വെള്ളത്തിൽ ഒരു 5 മണിക്കൂറോളം കുതിർത്തി എടുത്ത് വെച്ചേക്കുന്നത്. കുറച്ച് നെയ്യ്, അപ്പൊ നെയ്യൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേ അതിന്റെ അളവ് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ ആദ്യം തന്നെ 1.5 ഉണ്ട ശർക്കര നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ശർക്കരയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അപ്പം ഇത്രയും വെള്ളം ചേർത്തിട്ട് നമുക്ക് ആ ഒരു കട്ടിയിലാണ് പാനിയാക്കി എടുക്കേണ്ടത്. അപ്പൊ ഇത് നല്ലോണം നമുക്കൊന്ന് പാനിയാക്കി എടുക്കാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്ത് വെച്ചിട്ട് കണ്ടോ, ഇത് നമുക്ക് നല്ലോണം വെള്ളത്തിൽ കുതിർത്തേക്ക് കണ്ടോ ഇതുപോലെ വരും. അതുപോലെ നല്ലോണം കണ്ടോ വെള്ളത്തിൽ കുതിർത്താണ്. ഒരു 5 മണിക്കൂർ നമ്മൾ നല്ലോണം വെള്ളത്തിൽ കുതിർത്ത് അത് നമുക്ക് കഴുകി നല്ലോണം ഊറ്റിയെടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുക്കാൻ നേരത്തെ ദോശമാവിൻ്റെ ആ ഒരു മിക്സിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം അരച്ചെടുക്കാൻ. എന്നാൽ ഇത് നമുക്ക് നല്ലൊരു ഹൽവയാകത്തുള്ളൂ. അപ്പം കുറച്ച് വെള്ളം കൂട്ടിയിട്ട് നല്ലോണം ഇത് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇത് അരിക്കണം. അപ്പോൾ ഇതിൻ്റെ ചവരൊന്നും നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ ഈ ചവരൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. പക്ഷേ ഈ ഹലുവയ്ക്കകത്ത് ഈ ചവര് ചേർത്ത് കഴിഞ്ഞാൽ ഹലുവ മൊത്തത്തിൽ കംപ്ലീറ്റ് പോകും. അതുകൊണ്ട് ചവരൊന്നും നമ്മൾ എടുക്കുകയില്ല. ചവരെല്ലാം നമുക്ക് അരിച്ചെടുക്കണം. ഒരു 4-5 പ്രാവശ്യം നമുക്ക് അരിച്ച് ഇത് നല്ലോണം അരച്ചിട്ട് 4-5 പ്രാവശ്യം അരിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ലോണം നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുമ്പോൾ ഒരു 4 കപ്പ് വെള്ളം കൂട്ടി ചെയ്ത് അരച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലോണം അരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ചവരൊന്നും ഇതിൻ്റെ അകത്തില്ല കണ്ടോ, ക്ലിയർ ആയിട്ട് നല്ല വെളുത്ത നിറത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ശർക്കരപ്പാനി ആ സമയത്ത് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം ആ ഒരു ശർക്കരപ്പാനി നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി അരിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഈ ഉരുളി തന്നെയാണ് നമ്മൾ ആ ഒരു അലുവ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഉരുളിയിലേക്ക് തന്നെ നമുക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം. അപ്പോൾ നമുക്ക് ഇത് ചെറിയൊരു അരിപ്പ് വെച്ചിട്ട് ഉരുളിയിലേക്ക് ആ ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം. ആ ശർക്കരപ്പാനി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സ് നുറുക്ക് ഗോതമ്പിൻ്റെ ആ അരിച്ച് വെച്ചേക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. മൊത്തമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കും. സാധാരണയൊക്കെ അലുവയിൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഇടും, പക്ഷേ ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കത്തിക്കും. അപ്പോൾ നമ്മളൊരു ഇരുമ്പ് ചട്ടം വെച്ചാണ് ഇപ്പം ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ സാധാരണ തടിച്ചട്ടമൊക്കെ ഉപയോഗിക്കുന്നത്, പക്ഷേ ഇതൊക്കെ ഇളക്കാൻ നേരത്ത് ഇരുമ്പ് ചട്ടമാണ് നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. അപ്പം ഇത് നല്ല വെള്ളമുണ്ട് ഇതിൻ്റെ അകത്ത്. ഇതെല്ലാം വെള്ളമെല്ലാം വറ്റി ശരിക്കും വന്നം. അപ്പോൾ അതുവരെ നമുക്ക് ഈ നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കാഷ്നട്ട് ഒന്ന് വറുത്തെടുക്കാം. കാഷ്നട്ട് വറക്കാനായിട്ട് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കാം. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ആ കാഷ്നട്ട് നല്ലോണം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിയിടാം. നമ്മുടെ ആ ഒരു അലുവയുടെ മിക്സ് കണ്ടോ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് കണ്ടോ പൊട്ടി വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ നെയ്യ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് അവസാനം വരെ ആകുമ്പോഴേ നമുക്ക് നെയ്യുടെ കൃത്യമായിട്ടൊരു അളവ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നെയ്ക്കൊന്നും കൃത്യമായ അളവില്ല. ആ ഒരു ഡയറ്റ് അനുസരിച്ച് നമുക്ക് ഇളക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന സമയം വെച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ കുറച്ച് നെയ്യ് കൂടിയാലേ ഈ അലുവയ്ക്കൊക്കെ കുറച്ച് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കി ചേർക്കാം. കണ്ടോ നെയ്യൊക്കെ കിടക്കണമെന്നുണ്ടോ. ഇതിന് നല്ലോണം ടൈറ്റായി വരും. അതുവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഒരു 15 മിനിറ്റോളം എടുക്കും ഇതൊന്ന് റെഡിയായി വരാൻ. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ ഒരു അലുവയൊക്കെ ഉണ്ടാകുവാണെങ്കിൽ 2 മണിക്കൂറോളം നമ്മൾ ഇളക്കി കൊടുത്താലേ വീറ്റലുവയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. ഇത് എളുപ്പമാണ്. തേങ്ങാപ്പാൽ വേണ്ട, വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. കുറച്ച് നുറുക്ക് ഗോതമ്പും ശർക്കരയും കുറച്ച് കാഷ്നട്ടും കുറച്ച് ഏലക്കയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഇപ്പോൾ ഏലക്കയും പഞ്ചസാരയോടെ പൊടിച്ച്, അപ്പോൾ ഏലക്ക മാത്രമായിട്ട് പൊടിച്ച് കുറച്ചായതുകൊണ്ടാണ് ഏലക്കയും പഞ്ചസാരയോടെ ഇട്ട് പൊടിച്ചത്. അതൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് എടുത്തൊന്നും പറയുന്നില്ല. നമ്മുടെ ആ ഒരു മിക്സ് നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു അലുവപ്പരുവൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് കൂടുതലെങ്കിലും എടുക്കും. കാരണം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മൾ കുറച്ചുകൂടെയൊക്കെ നെയ്യ് ഒഴിച്ച് തുടങ്ങി. അപ്പം ഇപ്പോൾ ഒരു 5 സ്പൂൺ നെയ്യോളം അതോടെ ഒന്ന് ആദ്യം നമ്മൾ 2 സ്പൂൺ ഒഴിച്ച് പിന്നെ നമ്മളൊരു 3 സ്പൂൺ കൂടെ ഒഴിച്ച്. അപ്പം നല്ലോണം നമുക്ക് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം നമ്മൾ കൈ വിടാതെ ഇളക്കണമായിരിക്കും നല്ലത്. കാരണം കൈ വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കട്ട ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കൈ വിടാതെ ഇളക്കിയാണ്. അപ്പോൾ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇളക്കി പോകാൻ. പിന്നെ ഇത്
ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഹൽവയാണ്. മറ്റേ ഒരു ഹൽവേനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇതിന്. സാധാരണ ഒരു വീട്ടിൽ ഹൽവ ഉണ്ടാക്കുന്നേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു ഹൽവയ്ക്കുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈയുടെ ഇളക്കണ ഹൽവയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ചെറിയ പാത്രത്തിൽ ഉള്ള മിക്സേ ഉള്ളൂ ഇത്. പക്ഷേ അത് ചെറിയ പാത്രത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കുറച്ചുകൂടെ വലിയ പാത്രത്തിൽ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇളക്കി ഇത് മറിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടെ വലിയ പാത്രം എടുക്കുക. ഏകദേശം നമ്മൾ ഇളക്കാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റായി. കണ്ടോ ഇപ്പം തന്നെ ഇതുണ്ടോ, ഇതൊന്ന് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ടോ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആ എണ്ണ ഇറങ്ങാൻ നേരായെന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഇനി ഇതിൻ്റെ എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നെയ്യ് മുഴുവൻ ഇറങ്ങി വരും. അപ്പോൾ ഇറങ്ങി വരുമ്പോഴാണ് അതിൻ്റെ പരുവാകുന്നത്. അപ്പോൾ നമുക്ക് അതുവരെ ഒന്നുകൂടെ ഇളക്കി കൂട്ടാം. അപ്പം നമുക്ക് ഇനിയിപ്പം കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാകും. അപ്പോൾ നമുക്ക് അതിൻ്റെ കശുവണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ കശുവണ്ടി ഇതിലേക്ക് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കശുവണ്ടി വറുത്തിട്ട് ചെറുതാക്കി ഒന്ന് ഒടിച്ചിട്ടിട്ടുണ്ട്. കാരണം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ചെറുതാക്കി ഒന്ന് ഒടിച്ചിട്ടിട്ടത്. അപ്പോൾ അതേ നമ്മുടെ ഹലുവ നല്ല രീതിയിലായിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് എടുത്തുള്ളൂ. 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹലുവ കറക്റ്റായിട്ടായിട്ടുണ്ട്. കണ്ടോ ആ കറക്റ്റായിട്ട് വിട്ട് ആ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്തുള്ളൂ. നെയ്യ് ഒരു 5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തുള്ളൂ. പിന്നെ നമുക്ക് നെയ്യൊന്നും ഒഴിക്കേണ്ട വന്നില്ല. അപ്പോൾ 5 സ്പൂൺ നെയ്യിൽ ആ നെയ്യെല്ലാം നമുക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കോരി ഒരു പാത്രത്തിലേക്ക് ആക്കാം. അപ്പോൾ അതേ നമ്മളാ കറക്റ്റ് ഒരു പാത്രത്തിനുള്ളതാണ്. കറക്റ്റ് ഒരു പാത്രമേ ഉള്ളൂ. കണ്ടോ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റിലാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് ഇതൊന്ന് മറച്ചിട്ട് ഒന്ന് കമത്തി വെക്കാം. ഇതുപോലെ കമത്തിയെടുക്കാം. കറക്റ്റായിട്ട് നമ്മൾ കമത്തി എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂർ റെസ്റ്റ് വിടാം. അപ്പോൾ 2-3 മണിക്കൂർ റെസ്റ്റ് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് സെറ്റ് ആവും. എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഹലുവ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് അടുത്ത് വെച്ച് കാണിക്കാൻ ഇത് കണ്ട നല്ല സോഫ്റ്റ് ആണ്. കണ്ട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മളിതൊന്ന് മുറിക്കാൻ പോവാണ്. അടിപൊളിയായിട്ട് മുറിച്ചേക്കാം. ഞാൻ ഒരു ചെറിയ പീസ് മുറിച്ചങ്ങ് എടുക്കാൻ പോവാം. ഭയങ്കര സോഫ്റ്റ് ആണ്. കണ്ട നേരെ നിക്കാൻ പറ്റല്ല. അടിപൊളിയാണ്. കണ്ട കറക്റ്റ് ഹലുവയുടെ ഒരു ഇതുണ്ടോ നിങ്ങൾക്ക് കാണാൻ എനിക്ക് തോന്നണം. കണ്ടോ അപ്പൊ ഇത് ഇന്നലെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അമ്പോ അപ്പൊ നമ്മുടെ ഹലുവ അടിപൊളി ടേസ്റ്റ് ആണ്. കിടുവാണ്, കിടുക്കാച്ചിയാണ്. അപ്പൊ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് മാക്സിമം എത്തിക്കാൻ നിങ്ങളൊന്ന് മാക്സിമം ശ്രമിച്ചു നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറന്നു വരും. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഇനി നമ്മൾ വരും.